അസ്സലാമലൈക്കും. ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. പിന്നെ ജ്യൂസ് ഇനി അടിക്കുന്നില്ല, കാരണം എന്താ അറിയാം, ഞാൻ തന്നെ കുടിക്കണ്ടേ. അതുകൊണ്ട് ദയവ് വിചാരിച്ചിട്ട് ജ്യൂസ് അടിക്കുമ്പോൾ പറയലേക്ക് ഞാൻ എൻ്റെ ടെക്നിക്ക് പറഞ്ഞുതരാം. ഞാനിപ്പോൾ കറക്കട ജ്യൂസ് ഞാൻ ഇന്നിടാം, പ്രശ്നമില്ല, അത് ഞാൻ തന്നെ കുടിക്കണം. ഇതെല്ലാം ഞാൻ തന്നെ കുടിക്കണ്ടേ, വേറെ ആരും കുടിക്കൂലോ. അപ്പം വേറെ ആരും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഒരു ബംഗാളിയുണ്ട്, ഓപ്പൺ എനിക്ക് ജ്യൂസേ വേണ്ട. അപ്പോൾ ഇത് ഉള്ളിയാണ്, ഇതൊരു ഇളനീരാണ്, ഇതിപ്പോൾ പറിച്ച ഞാൻ ഇവിടുന്ന്. ഓക്കെ, ഇത് ഞാൻ ഫിലിപ്പീൻസിൽ പോയി പഠിച്ച ഒരു സൂത്രമാണ്. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഒരു ഇളനീരിന് 100 ഗ്രാം ഉള്ളി എടുക്കുക. 100 ഗ്രാം ഉള്ളി എടുത്തിട്ട് നല്ലോണം ജ്യൂസ് അടിക്കുക. ജ്യൂസ് അടിക്കേണ്ടത് നമ്മളെ മിഷൻ കുത്തുന്ന മിഷീൻ്റെ അകത്താണ്, അതുണ്ടാവില്ല എല്ലായിടത്തും. സാധാരണ മിഷീൻ അതിനെ അടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു തുണിയിലിട്ട് പിയ്യണം, അല്ലെങ്കിൽ അരിപ്പയിലിട്ടിട്ട് കൈ കൊണ്ട് ഞെക്കി എടുക്കുക. എന്നിട്ട് ഇതെന്ത് ചെയ്യുക വെച്ചാൽ ചെത്തിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യുക അതിനുള്ളിൽ നിന്ന് തന്നെ. അത് അധികം കട്ടിയിടാൻ പറ്റില്ല, ഒരു പാട പോലത്തെ പറ്റും. മനസ്സിലായോ? ഇതെല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ അറിയാം, ഇതെല്ലാം ഒരു സീക്രട്ട് റെസിപ്പികളാണ്. ഫിലിപ്പീൻസിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഫിലിപ്പീൻസിൽ നിന്ന് പഠിച്ച ഒരുപാട് സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജ്യൂസ് അടിച്ചിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ, നല്ലോണം തുണിയിലിട്ട് പിഞ്ഞിട്ട് വെള്ളയും എടുക്കുക. വെള്ളയും എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇടുക. ഇത് കട്ടിയുള്ള പറ്റില്ല, കട്ടിയില്ലാത്തതേ പറ്റും, വളരെ കട്ടി കുറഞ്ഞത്. മനസ്സിലായോ? എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. ഇതിലൊരു മണിക്കൂർ വെക്കുക. മണിക്കൂർ വെച്ചിട്ട് അതങ്ങ് കുടിച്ചാൽ മതി. ഏത് കോടിക്കിടക്കുന്നവനും എണീച്ചിട്ട് ഓടും. ഓക്കെ, അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കുക. അഥവാ പരീക്ഷയിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ കുറച്ച് കഥ പറയുക, കേൾക്കുന്നവർ കേട്ടാൽ മതി, ഇതും കേട്ടിട്ട് പറഞ്ഞോളി, പ്രശ്നമില്ല. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ, നമ്മൾ പിന്നെ അങ്ങനെ ചീതപ്പാട്ടിൽ 1ാം ക്ലാസ്സിൽ പോയി തുടങ്ങി. ഇപ്പം എൻ്റെ കൂടെ പഠിക്കാൻ പോയ ആൾക്കാരെന്ന് പറഞ്ഞാൽ സുബൈദ, സാറ, ചീതപ്പാടിലെ അഷറഫ്, സലാം, നമ്പിച്ചാട്ടി, നാസർ, ബഷീർ, ഞങ്ങളങ്ങനെ ആളെ ഒരു 4-5 പേർക്കാർ മാത്രമേ ഉള്ളൂ അവിടെ. പിന്നീട് കുറച്ച് ആൾക്കാർ വന്ന് താമസിച്ചു, അത് പ്രശ്നം വേറെ. അങ്ങനെ ഞങ്ങൾ നടന്നാണ് പോകുന്നത്. അപ്പം നടന്നു പോകുന്നേരം കഥകളിങ്ങനെ പറഞ്ഞ് നടന്നു പോകും. പക്ഷേ വേറൊന്നുണ്ട്, മദ്രസയിലും സ്കൂളും പോകണം. അപ്പം മദ്രസയിൽ കറക്റ്റ് ടൈമിൽ എത്തണമല്ലോ. അപ്പം മദ്രസയിൽ സ്കൂളിൻ്റെ അടുത്ത് ഉള്ള കുട്ടികളുണ്ട്, അവരെത്തും മുമ്പ് നമ്മളെത്തും. അതാണ് നമ്മളെ കഴിവ്. മനസ്സിലായോ? അപ്പം നമ്മൾ ഉമ്മ എന്ത് ചെയ്യും, രാവിലെ തന്നെ വിളിച്ച് എണീപ്പിച്ച് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ വിടും. അപ്പോൾ പിന്നെ വെച്ചാൽ ഞാൻ എൻ്റെ ഏട്ടനും ഉസ്മാനും മജീദുമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം വലിയൊരു തൂക്കത്തിലായിരുന്നു, തൂക്കുപാത്രം ഉണ്ടല്ലോ, വട്ടത്തിൽ ഒരു പിടി ഉണ്ടാവുമല്ലോ, പാലെല്ലാം കൊണ്ടുവന്നേ. അപ്പോൾ അതെന്നെ കൊണ്ട് എടുപ്പിക്കുക. അതിൻ്റെ അകത്ത് ഉണ്ടാവുക വെച്ചാൽ തേങ്ങ, മുളക്, ചെറിയുള്ളി അരച്ച ചമ്മന്തി മാത്രമേ ഉണ്ടാവും. അപ്പോൾ അത് ആടെ എത്തുന്നതൊക്കെ എന്താവും പറഞ്ഞാൽ എല്ലാം ഉരുണ്ട് എന്തായിരിക്കും ഉണ്ടാവും, ഇങ്ങനെ ബോൾ പോലെയൊക്കെ ഉണ്ടാവും. അതാണ് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം. പിന്നെ 20 പൈസയായിരുന്നു ഒരു ഉണ്ടക്ക്. മനസ്സിലായോ? പഴമെല്ലാം ഇട്ടിട്ട് മൈദയിലിട്ടിട്ട് ഒരു ഉണ്ടല്ലോ, ബെല്ലെല്ലാം പറഞ്ഞിട്ടില്ലേ, അത് 20 പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ തിന്നു, അത്രയേ ഉള്ളൂ. പിന്നെ തട്ടാൻ്റെ അസൻ കഥൻ്റെ ഒരാളുണ്ടായിരുന്നു, എൻ്റെ കാരണവനാണ്, എൻ്റെ ഏട്ടൻ്റെ മക്കളാണ്, ഉമ്മാൻ്റെ. അപ്പോൾ അയാളുടെ അടുത്ത് പോയാൽ അയാൾ എന്തെങ്കിലും തരും, എന്തെങ്കിലും കെട്ടെ. പിന്നെ ആപ്പിളിലുണ്ടാവുമല്ലോ, അയാൾ മരിച്ചു പോയി, അയാളെ കവറോടും വിശാലമായി കൊടുക്കട്ടെ. അയാൾ തരുമെന്ന് വെച്ചാൽ ഒരു തക്കാളിയോ അല്ലെങ്കിൽ ഈ കെട്ട ആപ്പിളെല്ലാം ചെത്തിയിട്ട് എന്ത് ചെയ്യൂ, അതിനെ കഷ്ണം മുറിച്ച് തരും. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുടുംബക്കാരെ താമസിക്കുന്നുണ്ടാവും, ദേവറിൽ തന്നെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ റായില എന്ന് പറഞ്ഞൊരു പെണ്ണുങ്ങളുണ്ടായിരുന്നു. അവിടെ എന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കഞ്ഞി കോരിത്തരും. അങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങൾ അവർ എനിക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. കഥ പറഞ്ഞിട്ട് നിങ്ങൾ ആരും സിനിമയാക്കരുത്, ഞാൻ കേസ് കൊടുക്കൂട്ടാ. അപ്പോൾ എൻ്റെ കഥ എന്ന് പറഞ്ഞാൽ 100% ഒരു സിനിമയാക്കാൻ പറ്റുന്ന കഥയാണ്. അഥവാ ആരെങ്കിലും സിനിമ ആക്കുന്നതിന് എനിക്കൊരു 10-30 ലക്ഷം റുപ്യ തന്നായി, അത്രയേ വേണ്ടു, മറന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു വക്കീലിനോട് ചോദിക്കണം, നമ്മളിത് പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും സിനിമയാക്കി കൊണ്ടുപോയാൽ കഥ ഒരുപാടുണ്ട്. പക്ഷേ പറഞ്ഞ് കഥ, അതാ ഞാൻ പറഞ്ഞത്, ഇത് ആദ്യം അങ്ങ് പറഞ്ഞാൽ പിന്നെ കഥ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതും കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ അങ്ങ് പോവാം. അപ്പോൾ ഇതൊരു വലിയ ഒറിജിനൽ വയാഗ്രയാണ്. നമ്മൾ വയാഗ്രൻ്റെ പേക്ക് പായണ്ട. അപ്പോൾ വയാഗ്രൻ്റെ പേക്ക് പാഞ്ഞു കഴിഞ്ഞാൽ എന്താവും, നമ്മൾ ആരോഗ്യം തളർന്നു പോകും. അപ്പോൾ ഇതുപോലുള്ള ജ്യൂസുകളെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ അടിക്കാത്തെന്നറിയാം, ഇത് ഞാൻ എണ്ണയും അടിച്ച് ഞാനും കുടിക്കൂ, ഓനോ കുടിക്കൂ. അപ്പോൾ ഇത് പിന്നെ അതിൻ്റെ അകത്ത് മണ്ടിക്കുന്നെങ്കിൽ എന്ത് ചെയ്യുക, സിയാ സീഡും ചേർക്കുക, പ്രശ്നമൊന്നുമില്ല, അത് എൻ്റെ വകയിൽ. മനസ്സിലായോ? നല്ലതല്ലേ? അപ്പോൾ ഇത്രയും പറയാനുള്ളൂ. ഇന്ന് 4 മിനിറ്റ് 5 മിനിറ്റ് ആവാനായി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ കുറേ ആൾ പേര്, ആലി, നമ്മളെ പരീതാക്കാൻ്റെ അടുത്ത് ആലി ഉണ്ടായിരുന്നു, ഹുസൈൻ ഉണ്ടായിരുന്നു, ജമീൽ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ആളുണ്ടായിരുന്നു നമ്മളെ നടന്നു പോകുന്ന കൂട്ടത്തിൽ.
ഞങ്ങൾ 5 കുറച്ച് പുറക്കാരേ ഉള്ളൂ. പക്ഷേ എല്ലാവരും പെറ്റത് 7 വെട്ടുമല്ല, ഉമ്മ പെറ്റ്. അപ്പോൾ അതുകൊണ്ട് കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെ ജീവിതം നടന്നത്. പിന്നെ സ്കൂളിൽ പോയ കാര്യം പറയുന്നതെങ്കിൽ ചിരിച്ച് കോച്ചി പോകും. അത് പിന്നെ പറയാം. എന്നാൽ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മളെ കർക്കിടകൻ്റെ ജ്യൂസ് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. 1 ഗ്ലാസ് മാത്രമേ കാച്ചുന്നുള്ളൂ. അത് ഞാൻ തന്നെ കുടിക്കണ്ടേ? നമുക്കട്ടെ.